ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ ശുദ്ധീകരണത്തിനും ലജ്ജയ്ക്കും ഹയാ വലിയ പ്രാധാന്യമാണ് നൽകിയിട്ടുള്ളത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം കുളി എന്നത് കേവലം ശരീരം വൃത്തിയാക്കൽ മാത്രമല്ല, മറിച്ച് പലപ്പോഴും അതൊരു ആരാധന കൂടിയാണ്. അള്ളാഹുവിൻ്റെ മുൻപിൽ നഗ്നത മറയ്ക്കുക എന്നത് വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. മനുഷ്യർ കാണാത്ത ഇടങ്ങളിൽ പോലും അള്ളാഹുവിനെ ഭയപ്പെടുകയും അവനോട് ലജ്ജ കാണിക്കുകയും ചെയ്യുക എന്നത് ഒരു വിശ്വാസിയുടെ ഉന്നതമായ സ്വഭാവഗുണമാണ്. മനുഷ്യൻ ഒറ്റക്കായാലും അള്ളാഹു അവനെ നിരീക്ഷിക്കുന്നുണ്ടെന്ന ബോധം എപ്പോഴും ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ അനാവശ്യമായി നഗ്നത വെളിവാക്കുന്നത് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. കുളിക്കുമ്പോഴാണെങ്കിൽ പോലും പൂർണ്ണ നഗ്നനാകുന്നതിനേക്കാൾ ഒരു തുണി ഉപയോഗിച്ച് നഗ്നത മറയ്ക്കുന്നതാണ് ഉത്തമം എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ നഗ്നത മറയ്ക്കുന്നതിനെക്കുറിച്ച് പലയിടത്തും പരാമർശമുണ്ട്. ആദം അലൈഹിസ്സലാം അവറുകൾക്കും ഹവ്വാ ബീവിക്കും സ്വർഗത്തിൽ വെച്ച് നഗ്നത വെളിവായപ്പോൾ അവർ ഇലകൾ കൊണ്ട് അത് മറയ്ക്കാൻ ശ്രമിച്ചതായി ഖുർആൻ വ്യക്തമാക്കുന്നു. ഇത് മനുഷ്യസഹജമായ ലജ്ജയുടെയും നഗ്നത മറയ്ക്കേണ്ടതിൻ്റെ ആവശ്യകതയുടെയും തെളിവാണ്. വിശ്വാസികളോട് തങ്ങളുടെ നഗ്നത സൂക്ഷിക്കണമെന്ന് ഖുർആൻ ആജ്ഞാപിക്കുന്നുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ നൽകിയ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ ഹദീസുകളിൽ കാണാം. ഒരാൾ നഗ്നനായി കുളിക്കുന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ മനുഷ്യരെക്കാൾ ലജ്ജിക്കാൻ അർഹൻ അള്ളാഹുവാണെന്നാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി നൽകിയത്. ഇതിനർത്ഥം ആരും കാണാനില്ലാത്ത സാഹചര്യത്തിലും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നഗ്നത ഭാഗികമായെങ്കിലും മറയ്ക്കണമെന്നാണ്. ബഹ്സ് ബിൻ ഹക്കീം തൻ്റെ പിതാമഹനിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം: ഞാൻ ചോദിച്ചു, പ്രവാചകരെ, ഞങ്ങളുടെ നഗ്നതയുടെ കാര്യത്തിൽ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പ്രവാചകൻ പറഞ്ഞു, നിന്റെ ഭാര്യയുടെയോ അല്ലെങ്കിൽ നിനക്കുടമപ്പെട്ടവരുടെയോ അടുത്തുനിന്നല്ലാതെ നിന്റെ നഗ്നത നീ സൂക്ഷിക്കുക. ഞാൻ ചോദിച്ചു, ജനങ്ങൾ പരസ്പരം ഇടകലർന്ന് കഴിയുന്നവരാണെങ്കിലോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരും കാണാതിരിക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ നീ അത് ചെയ്യുക. ഞാൻ ചോദിച്ചു, ഞങ്ങൾ ഒറ്റക്കാണെങ്കിലോ? പ്രവാചകൻ പറഞ്ഞു, എങ്കിൽ ജനങ്ങളെക്കാൾ ലജ്ജിക്കാൻ ഏറ്റവും അർഹൻ അള്ളാഹുവാകുന്നു. ഇമാം നവവി തൻ്റെ ഷറഹുൽ മുസ്ലിമിൽ ഈ വിഷയത്തെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ആരും കാണാത്ത അടച്ചുറപ്പുള്ള മുറിയിൽ വെച്ച് നഗ്നനായി കുളിക്കുന്നത് അനുവദനീയമാണെങ്കിലും ഒരു തുണി ഉടുത്ത് കുളിക്കുന്നതാണ് ഏറ്റവും ഉത്തമം, അഫ്ദൽ എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. ഇത് പ്രവാചക മാതൃകയോടുള്ള അടുപ്പവും അള്ളാഹുവിനോടുള്ള ലജ്ജയുമാണെന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കുന്നു. ഷാഫിഈ മദ്ഹബിലെ പണ്ഡിതന്മാരുടെ അഭിപ്രായപ്രകാരം ബാത്റൂം പോലെയുള്ള മറയുള്ള സ്ഥലങ്ങളിൽ നഗ്നനാകുന്നത് നിഷിദ്ധമല്ല. എങ്കിലും സുന്നത്തായ രൂപം ഒരു തുണി ഉപയോഗിച്ച് ഔറത്ത് മറക്കലാണ്. ഇത് ഒരു മര്യാദയായും അദബ് വിശ്വാസിയുടെ സൂക്ഷ്മതയായും കണക്കാക്കപ്പെടുന്നു. മുസ്ലിം സമുദായത്തിലെ പ്രമുഖരായ പല ഇമാമിയങ്ങളും ഈ അഭിപ്രായത്തോട് യോജിക്കുന്നു. ഹംബലി മദ്ഹബിലെ അഭിപ്രായവും ഇതിനോട് സമാനമാണ്. നിർബന്ധിത സാഹചര്യമില്ലാതെ നഗ്നത വെളിവാക്കുന്നത് ഒഴിവാക്കണമെന്നാണ് അവരുടെ പക്ഷം. കുളിക്കുമ്പോൾ നഗ്നനാകുന്നത് പാപമായി കാണുന്നില്ലെങ്കിലും അത് ഉപേക്ഷിക്കുന്നതാണ് പുണ്യം. മൂസ അലൈഹിസ്സലാം കുളിക്കുമ്പോൾ നഗ്നത മറച്ചിരുന്നു എന്ന ഹദീസ് പണ്ഡിതന്മാർ ഇതിന് തെളിവായി ഉദ്ധരിക്കാറുണ്ട്. മറ്റു പ്രവാചകന്മാരുടെ ചരിത്രത്തിലും ഈ ലജ്ജാശീലം നമുക്ക് കാണാൻ സാധിക്കും. മൂസ അലൈഹിസ്സലാം അതീവ ലജ്ജയുള്ള ആളായിരുന്നുവെന്നും അദ്ദേഹം തൻ്റെ ശരീരം കാണാത്ത വിധം മറക്കുമായിരുന്നുവെന്നും ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട്. ഇസ്രായേൽ സന്തതികൾ അദ്ദേഹം നഗ്നനായി കുളിക്കാത്തത് ശരീരത്തിന് എന്തെങ്കിലും വൈകല്യമുള്ളതുകൊണ്ടാണെന്ന് പരിഹസിച്ചപ്പോൾ അള്ളാഹു അദ്ദേഹത്തെ അതിൽ നിന്ന് മുക്തനാക്കിയ കഥയും ഹദീസുകളിൽ വിവരിക്കുന്നുണ്ട്. ഇമാം ഗസാലി തൻ്റെ ഇഹ്യാ ഉലൂമിദ്ദീനിൽ കുളിയുടെ മര്യാദകളെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ബാത്റൂമിൽ കയറുമ്പോൾ പാലിക്കേണ്ട അദബുകളിലൊന്നായി അദ്ദേഹം പറയുന്നത്, ഒരാൾ ഒറ്റക്കാണെങ്കിൽ പോലും നഗ്നത മറയ്ക്കുന്നതാണ് ഉചിതമെന്നാണ്. അള്ളാഹുവിൻ്റെ നിരീക്ഷണം എപ്പോഴും ഉണ്ടെന്നതും ഒരു വിശ്വാസിയെ ഇതിന് പ്രേരിപ്പിക്കണം. നഗ്നനായി കുളിക്കുമ്പോൾ അത് ശാരീരികമായും ആത്മീയമായും ഒരു വിശ്വാസിക്ക് നൽകുന്ന അച്ചടക്കക്കുറവ് പണ്ഡിതന്മാർ ചൂണ്ടിക്കാട്ടുന്നു. നഗ്നത ഒരു മനുഷ്യൻ്റെ അന്തസ്സുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ കുളിമുറിയിൽ പോലും ആ അന്തസ്സ് മുറുകെ പിടിക്കുന്നത് വിശ്വാസത്തിൻ്റെ പൂർണ്ണതയായാണ് ഇസ്ലാം കാണുന്നത്. ചുരുക്കത്തിൽ ഇസ്ലാമിക നിയമപ്രകാരം അടച്ചുറപ്പുള്ള സ്ഥലത്ത് വെച്ച് നഗ്നനായി കുളിക്കുന്നത് ഹറാമല്ല. എന്നാൽ അത് ഒഴിവാക്കി ഒരു തുണി ഉപയോഗിച്ച് ഔറത്ത് മറക്കുന്നത് അങ്ങേയറ്റം പുണ്യകരമായ കാര്യമാണ്. ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ലജ്ജയുടെ ഭാഗവുമാണ്. ഒരു വിശ്വാസിയുടെ ഓരോ ചലനവും അള്ളാഹുവിൻ്റെ പ്രീതി കാക്ഷിച്ചുകൊണ്ടുള്ളതാകണം. കുളിക്കുന്നത് ശുചിത്വത്തിന് വേണ്ടിയാണെങ്കിലും അത് ഇസ്ലാമിക മര്യാദകൾ പാലിച്ച് ചെയ്യുമ്പോൾ അതിന് പ്രതിഫലം ലഭിക്കുന്നു. നഗ്നത മറയ്ക്കുക എന്നത് കേവലം മനുഷ്യരിൽ നിന്നുള്ള മറയല്ല, മറിച്ച് അത് പ്രപഞ്ചനാഥനോടുള്ള ആദരവ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ സാധ്യമാകുന്ന സാഹചര്യങ്ങളിലെല്ലാം കുളിക്കുമ്പോൾ നഗ്നത മറയ്ക്കുന്ന രീതി ശീലിക്കുന്നത് ഒരു വിശ്വാസിക്ക് ഉത്തമമാണ്.
ഇത് ആത്മീയമായ ഔന്നത്യത്തിനും സ്വഭാവശുദ്ധിക്കും കാരണമാകുന്നു. അനാവശ്യമായി നഗ്നത വെളിവാക്കുന്നത് ഒഴിവാക്കി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന ഉന്നതമായ മാതൃകകൾ ജീവിതത്തിൽ പകർത്താൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നഗ്നനായി കുളിക്കുന്നത് കർമ്മശാസ്ത്രപരമായി അനുവദനീയമാണെങ്കിലും ജായിസ് അത് ഒഴിവാക്കണമെന്നും അതിൽ ചില ആത്മീയവും ഭൗതികവുമായ അപകടങ്ങളുണ്ടെന്നും പ്രമുഖരായ ഇമാമിയങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അനാവശ്യമായി നഗ്നത വെളിവാക്കുന്നത് മലക്കുകളുടെ സാന്നിധ്യത്തെ തടയുമെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. മനുഷ്യരെ സദാ നിരീക്ഷിക്കുന്നവരും സംരക്ഷിക്കുന്നവരുമായ മലക്കുകൾ നഗ്നത വെളിവാകുന്ന സാഹചര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുമെന്ന ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ഇമാമിയങ്ങൾ വിശദീകരിക്കുന്നു. ഇത് വിശ്വാസിയുടെ ആത്മീയ സംരക്ഷണത്തെ ബാധിക്കുമെന്ന് അവർ കരുതുന്നു. ഷെയ്ത്വാനിൻ്റെയോ ജിന്നുകളുടെയോ ശല്യമുണ്ടാകാനുള്ള സാധ്യതയെക്കുറിച്ചും പണ്ഡിതന്മാർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മനുഷ്യൻ്റെ നഗ്നത ജിന്നുകൾക്ക് കാണാൻ സാധിക്കുമെന്നും എന്നാൽ കുളിമുറിയിൽ കയറുമ്പോഴുള്ള പ്രാർത്ഥനകളും നഗ്നത മറയ്ക്കുന്നതും അവർക്കും നമുക്കുമിടയിൽ ഒരു മറയായി വർത്തിക്കുമെന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മറയില്ലാതെ കുളിക്കുമ്പോൾ ഈ സുരക്ഷാ കവചം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ചില പണ്ഡിതന്മാർ നിരീക്ഷിക്കുന്നു. മനുഷ്യൻ്റെ ഉള്ളിലുള്ള ലജ്ജ എന്ന വികാരം നഷ്ടപ്പെടാൻ ഇത് കാരണമാകുമെന്ന് ഇമാം ഗസാലി തൻ്റെ ഗ്രന്ഥങ്ങളിൽ സൂചിപ്പിക്കുന്നുണ്ട്. തനിച്ചായിരിക്കുമ്പോൾ പോലും നഗ്നത മറയ്ക്കാൻ മടിക്കുന്നവർക്ക് ക്രമേണ മറ്റുള്ളവരുടെ മുന്നിലും ആ ബോധം കുറഞ്ഞു വരാൻ സാധ്യതയുണ്ട്. ലജ്ജ എന്നത് വിശ്വാസത്തിൻ്റെ ശാഖയാണെന്നിരിക്കെ അതിലുണ്ടാകുന്ന കുറവ് വിശ്വാസത്തെ തന്നെ ദുർബലപ്പെടുത്തിയേക്കാം. ഇസ്ലാമിക വൈദ്യശാസ്ത്ര പണ്ഡിതന്മാർ തിബ്ബുന്നബവി കൈകാര്യം ചെയ്യുന്നവർ പറയുന്നത് നഗ്നനായി കുളിക്കുന്നത് ശരീരത്തിലെ ഊർജത്തെയും ഉന്മേഷത്തെയും ബാധിക്കുമെന്നാണ്. തണുത്ത വെള്ളം നേരിട്ട് നഗ്നമായ ശരീരത്തിൽ പതിക്കുമ്പോൾ ഉണ്ടാകുന്ന ആഘാതം ഒഴിവാക്കാൻ നേരിയ ഒരു മറയെങ്കിലുമുള്ളത് നല്ലതാണെന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു. കൂടാതെ കുളിമുറിയിൽ വീഴുകയോ മറ്റോ ചെയ്യുന്ന അപകടങ്ങളുണ്ടായാൽ നഗ്നനായിരിക്കുന്നത് വലിയ പ്രയാസമുണ്ടാക്കും. അപ്രതീക്ഷിതമായി മറ്റൊരാൾ കുളിമുറിയിൽ പ്രവേശിക്കേണ്ടി വരുന്ന സാഹചര്യമോ സഹായത്തിനായി മറ്റുള്ളവരെ വിളിക്കേണ്ടി വരുന്ന അവസ്ഥയോ ഉണ്ടായാൽ നഗ്നത വെളിവാകുന്നത് വലിയ നാണക്കേടിന് കാരണമാകും. ഇത്തരം പ്രായോഗിക ബുദ്ധിമുട്ടുകൾ മുൻനിർത്തിയും നഗ്നത മറയ്ക്കുന്നത് ഉചിതമാണെന്ന് ഇമാമിയങ്ങൾ പറയുന്നു. ചുരുക്കത്തിൽ നഗ്നനായി കുളിക്കുന്നത് ഹറാമാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടില്ലെങ്കിലും ആത്മീയമായ ഔന്നത്യം കാംക്ഷിക്കുന്നവർ അത് ഒഴിവാക്കേണ്ടതാണ്. അള്ളാഹുവിനോടുള്ള മര്യാദ പാലിക്കുന്നതിലൂടെ വിശ്വാസിക്ക് കൂടുതൽ അച്ചടക്കവും സംരക്ഷണവും ലഭിക്കുമെന്ന് ഇമാമിയങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നഗ്നനായി കുളിക്കുന്നത് ദാരിദ്ര്യത്തിന് കാരണമാകുമെന്ന് ചില ഇസ്ലാമിക കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലും സ്വഭാവ സംസ്കരണ കിതാബുകളിലും പരാമർശിച്ചിട്ടുണ്ട്. ഇത് പ്രധാനമായും ആത്മീയവും സ്വഭാവപരവുമായ കാഴ്ചപ്പാടിലൂടെയാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. ഇമാം സർനൂജി തൻ്റെ വിഖ്യാതമായ തഅലീമുൽ മുതഅല്ലിം എന്ന ഗ്രന്ഥത്തിൽ ദാരിദ്ര്യം വരുത്തുന്ന കാര്യങ്ങളെക്കുറിച്ച് വിവരിക്കുന്ന ഭാഗത്ത് നഗ്നനായി കുളിക്കുന്നതിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അനാവശ്യമായി നഗ്നത വെളിവാക്കുന്നത് അള്ളാഹുവിനോടുള്ള മര്യാദകേടാണെന്നും അദബ് ലംഘനം. ഇത്തരം മര്യാദകേടുകൾ ജീവിതത്തിലെ ബറകത്ത് അനുഗ്രഹം നഷ്ടപ്പെടുത്തുമെന്നും അദ്ദേഹം വിശദീകരിക്കുന്നു. ജീവിതത്തിൽ ബറകത്ത് കുറയുന്നതിൻ്റെ ഒരു പ്രതിഫലനമാണ് ദാരിദ്ര്യം എന്ന് പണ്ഡിതന്മാർ ഇതിനെ വ്യാഖ്യാനിക്കുന്നു. ഇസ്ലാമിക വിശ്വാസമനുസരിച്ച് ലജ്ജയും വിനയവുമാണ് ഐശ്വര്യത്തിൻ്റെ അടിസ്ഥാനം. അള്ളാഹുവിനെ സദാ നിരീക്ഷിക്കുന്നവനായി കാണുന്ന ഒരു വിശ്വാസി തനിച്ചായിരിക്കുമ്പോൾ പോലും ലജ്ജ കൈവിടില്ല. എന്നാൽ ഈ ലജ്ജാബോധം കുറയുകയും നഗ്നതയെ ഒരു നിസാര കാര്യമായി കാണുകയും ചെയ്യുന്നത് ആത്മീയമായ തകർച്ചയ്ക്ക് കാരണമാകും. ആത്മീയമായ അച്ചടക്കം പാലിക്കാത്തവരിലേക്ക് വരുന്ന പരീക്ഷണങ്ങളിൽ ഒന്നായാണ് ദാരിദ്ര്യത്തെ ഇമാമിയങ്ങൾ കണക്കാക്കുന്നത്. ചില പണ്ഡിതന്മാർ ഇതിനെ ഒരു സൂക്ഷ്മതയുടെ തഖ്വ തലത്തിലാണ് കാണുന്നത്. നഗ്നനായി കുളിക്കുമ്പോൾ മലക്കുകൾ ആ വ്യക്തിയിൽ നിന്ന് അകന്നു നിൽക്കുമെന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. മലക്കുകളുടെ പ്രാർത്ഥനയും സാന്നിധ്യവുമില്ലാത്ത ഒരിടത്ത് ബറകത്തുണ്ടാവുകയില്ല. ഭക്ഷണത്തിലും സമ്പാദ്യത്തിലും ഐശ്വര്യമുണ്ടാകാൻ മലക്കുകളുടെ സാന്നിധ്യവും പ്രാർത്ഥനയും അനിവാര്യമാണ്. അത് നഷ്ടപ്പെടുന്നത് ദാരിദ്ര്യത്തിലേക്ക് നയിച്ചേക്കാം എന്നാണ് കിതാബുകളിലെ വിശദീകരണം. അതുപോലെ തന്നെ കുളിമുറിയിൽ പ്രവേശിക്കുമ്പോഴുള്ള മര്യാദകൾ പാലിക്കാതിരിക്കുന്നത് പിശാചിൻ്റെ ശല്യത്തിന് കാരണമാകും. പിശാചിൻ്റെ സ്വാധീനം വർദ്ധിക്കുന്നത് മനുഷ്യനെ അശ്രദ്ധയിലേക്കും ദുർവ്യയത്തിലേക്കും നയിക്കും. അനാവശ്യ ചെലവുകളും അശ്രദ്ധയും സ്വാഭാവികമായും ദാരിദ്ര്യത്തിന് വഴിവെക്കുന്നു. അതുകൊണ്ട് തന്നെ നഗ്നനായി കുളിക്കുന്നത് പോലുള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്നത് ജീവിതത്തിൽ അച്ചടക്കവും ഐശ്വര്യവും കൊണ്ടുവരുമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. ഇത് കേവലം സാമ്പത്തികമായ ദാരിദ്ര്യം മാത്രമല്ല, മറിച്ച് മനസ്സമാധാനമില്ലായ്മയും ഉള്ള സമ്പത്തിൽ തൃപ്തിയില്ലാത്ത അവസ്ഥയും മാനസിക ദാരിദ്ര്യം ഇതിൻ്റെ ഭാഗമാണെന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നു. അള്ളാഹുവിനെ ഭയപ്പെടുകയും അവൻ്റെ മുൻപിൽ മര്യാദ പാലിക്കുകയും ചെയ്യുന്നവർക്ക് അള്ളാഹു പ്രതീക്ഷിക്കാത്ത ഇടത്തുനിന്ന് ഉപജീവനം നൽകുമെന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. ഇതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നത് ദാരിദ്ര്യത്തിന് കാരണമായേക്കാം.
ചുരുക്കത്തിൽ, നഗ്നനായി കുളിച്ചാൽ ഉടനെ ദാരിദ്ര്യം വരും എന്നതിലുപരി അത് വിശ്വാസിയുടെ സൂക്ഷ്മതയെയും ലജ്ജയെയും ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് ജീവിതത്തിലെ അനുഗ്രഹങ്ങൾ കുറയാൻ കാരണമാകുമെന്നാണ് ഇമാമിങ്ങൾ നമുക്ക് നൽകുന്ന മുന്നറിയിപ്പ്. നഗ്നനായി കുളിക്കുന്നത് ദാരിദ്ര്യത്തിന് കാരണമാകുമെന്ന പണ്ഡിതന്മാരുടെ നിരീക്ഷണങ്ങൾ വിശ്വാസികൾക്ക് തങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ സൂക്ഷ്മത പുലർത്താനുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. കേവലം സാമ്പത്തികമായ ലാഭനഷ്ടങ്ങൾക്കപ്പുറം അള്ളാഹുവിനോടുള്ള മര്യാദയും ലജ്ജയും കാത്തുസൂക്ഷിക്കുക എന്നതാണ് ഒരു വിശ്വാസിയുടെ പ്രധാന ലക്ഷ്യം. നഗ്നത മറയ്ക്കുന്നത് മലക്കുകളുടെ പ്രീതിക്കും ജീവിതത്തിലെ ബറകത്തിനും കാരണമാകുമെന്ന് കിതാബുകൾ നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ എല്ലാ കർമ്മങ്ങളിലും ഇസ്ലാമികമായ മര്യാദകൾ പാലിക്കാനും അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിക്കാനും നാം പരിശ്രമിക്കേണ്ടതുണ്ട്. ഇത്തരം ചെറിയ കാര്യങ്ങളിൽ പോലും പുലർത്തുന്ന സൂക്ഷ്മതയാണ് ഒരാളെ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നത്. അറിവുകൾ ജീവിതത്തിൽ പകർത്തി ഉന്നതമായ സ്വഭാവ ഗുണങ്ങൾ ആർജിക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. നമ്മളെ എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ.